കാലങ്ങളായിട്ട് ഇവിടെ വന്ന് ശബരിപീഠത്തിലാണ് ഈ ശരം കുത്തുന്നത്. ഇവിടെ പണ്ടുള്ള ഒരു നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വെടിവരുപാടും തേങ്ങ ഉടച്ച് ശരം കുത്തി പോയി ശരം കുത്തി പോവുകയായിരുന്നു. അതായത് ഇവിടുത്തെ വഴിപാട്. ആരെങ്കിലും ഒരാൾ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വരുന്നവർ അവർക്കറിയില്ല ഇതിൻ്റെ ഐതിഹ്യം എന്താണോ എന്ത് കാര്യം കൊണ്ടാണ് ഈ കുത്തുന്നതെന്നൊന്നും അറിയത്തില്ല. ഒരാൾ കുത്തുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കുന്നവരോട് പറയും മേളിലാണ് ശരം കുത്തി. ശരം കുത്തിയുടെ ആല് നിൽക്കുന്ന വലത്തെ സൈഡിലാണ്, നമ്മുടെ വരിയുടെ വലത്തെ സൈഡിലാണ് ആല് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയും, നമ്മളോട് ചോദിക്കുന്നത്. ചിലവരോട് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് കെറുവ ഇതാണ് പറയും. ആചാരപരമായി ശരം കുത്തേണ്ടത് ഇവിടെയാണ്. ഇതാണ് ശരംകുത്തി ആല്. എന്നാൽ കൂടുതൽ ഭക്തരും ശരംകുത്തി എന്ന് തെറ്റിദ്ധരിച്ച് ശരം കുത്തുന്നത് ശബരിപീഠത്തിലാണ്. ശരംകുത്തി ആൽത്തറയ്ക്ക് തൊട്ടടുത്തുള്ള കാണിക്ക മണ്ഡപത്തിലും ചിലർ തെറ്റിദ്ധരിച്ച് ശരം കുത്തുന്നുണ്ട്. ഒരു ബോർഡ് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബോർഡും വയ്ക്കുക. അതായത് ഒരുപാട് സംസ്ഥാനക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് അവരവരുടെ ഭാഷയിൽ എഴുതി വയ്ക്കുക. രണ്ടാൾക്കാരെ നിയമിച്ചാൽ മതി. ശക്തമായി രണ്ടാൾക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം. പരിഹാരം കാണും. പിന്നെ എന്തിനാണ് ഈ ദേവസ്വം ബോർഡൊക്കെ വൈകിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള മോഷണം പോയി. ഇതൊന്നും വൈകാതെ തന്നെ ശബരിമല ഇല്ലാണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിരവധി ആക്രമണങ്ങൾ നേരിട്ടാണല്ലോ ടിപ്പുവിൻ്റെ മറ്റേ ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ വീണ്ടും ആക്രമിക്കാൻ പോവാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം വഞ്ചകന്മാരൊക്കെയാണ്. ഈത്തിൽ കണ്ണികളൊക്കെ അവിടെ കയറിയിരിക്കുന്നത്. വൈകാതെ തന്നെ ശബരിമല SS ഒക്കെ നഷ്ടപ്പെട്ടാലും വൈകാതെ ശബരിമല തന്നെ കാണുമെന്ന് ഒരു സംശയമാണ്. കാര്യങ്ങളിപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അപ്പം അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇപ്പോഴും ദേവസ്വം ബോർഡ് അലമ്പ് കാട്ടി കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നശിക്കണം. പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രം.